സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 2025 ബാക്കിയുള്ള അരിത്തമെറ്റിക് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 8 മൈനസ് 18 മൈനസ് 16 മൈനസ് 5 മൈനസ് 4 മൈനസ് 1 എല്ലാം മൈനസ് ചെയ്യാനാണ്. പക്ഷെ ബ്രാക്കറ്റ് ഉണ്ട്, 3 ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ആദ്യത്തെ ബ്രാക്കറ്റിലെ നമുക്ക് ചെയ്യണം. ആദ്യത്തെ ബ്രാക്കറ്റിൽ അത് വേണം നമുക്ക് ചെയ്യാൻ. ആദ്യത്തെ ബ്രാക്കറ്റ് തുറന്ന് ഇറങ്ങി വരിക. അതായത് 8 മൈനസ് ഈ ബ്രാക്കറ്റ് അതുപോലെ തന്നെ ഇടുക. 18 മൈനസ് 16 മൈനസ്. ഇനി ആദ്യത്തെ ബ്രാക്കറ്റിൽ 4 നിന്ന് 1 കുറയ്ക്കുക. 4 നിന്ന് 1 കുറച്ച് കഴിയുമ്പം നമുക്ക് 3 കിട്ടും. 4 നിന്ന് 1 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3. അപ്പോൾ 5 മൈനസ് 3 വരും. 5 മൈനസ് 3 ഈ ബ്രാക്കറ്റ് പോയിട്ടില്ല, ഇതും പോയിട്ടില്ല, ലാസ്റ്റ് ബ്രാക്കറ്റും ഉണ്ട്. ഇനി 8 മൈനസ് 18 മൈനസ് 16 മൈനസ് 5 3 പോയാൽ 2. അപ്പോൾ ഇനി ഈ ബ്രാക്കറ്റേ ഉള്ളൂ, 2 ഉള്ളൂ. ഇനി വീണ്ടും ഈസ് ഈക്വൽ ടു 8 മൈനസ് 18 മൈനസ് 16 നിന്ന് 2 പോയാൽ 14. ഇനി അപ്പോൾ ആ ബ്രാക്കറ്റ് പോയി. ഇനി അടുത്തത് 8 മൈനസ് 18 നിന്ന് 14 പോയാൽ ബാക്കി 4 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ 4 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് 3 പ്ലസ് ഇതൊരു പൂർണ്ണസംഖ്യ. 3/100 എത്ര വരും? 3/100 2 പ്ലേസ് ഡെസിമൽ പ്ലേസ് മാറ്റി പോയിൻ്റ് കൊടുക്കുക. 0.03. അതായത് ഈ 2 പൂജ്യത്തിന് 2 പ്ലേസ് ഡെസിമൽ പോയിൻ്റ് വരും. പ്ലസ് 0-ൻ്റെ എണ്ണം കണക്കാക്കിയാണ്. ഇവിടെ 3 പ്ലേസ് ഉണ്ട്. അപ്പോൾ 0 കഴിഞ്ഞ് 0.003 വരും, 3 ഉൾപ്പെടെ. പ്ലസ് ഇനി മൂന്നാമത്തേത് 6 പൂജ്യം ഉണ്ട് ഇവിടെ, 6 പൂജ്യം. അപ്പം 6 പ്ലേസ് ലെഫ്റ്റിലേക്ക് പോകണം. 0.00003 വരും. അപ്പം അതാണ് ഇവിടെ ഞാൻ പ്ലസ് ചെയ്തിട്ടേക്കുന്നത്. കണ്ടോ, 3 പോയിൻ്റ്. ഇത് പൂർണ്ണസംഖ്യ, ഇത് ഈ 3 എന്നുള്ളത് പൂർണ്ണസംഖ്യ. അതിന് 6 ഡെസിമൽ പ്ലേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ 0.03 ഇത് സെക്കൻഡ്, 0.03. ദെൻ ഇനി തേർഡ് 0.003 ഇത് വരും. ഇനി 0. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 3.03303 വരും. ഇപ്പോൾ 2025 ക്വസ്റ്റ്യൻസ് മാത്സ് എല്ലാം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 17 ബോട്ടിൽസ് ഓഫ് വാട്ടർ ഈച്ച് 300 ml ആൻഡ് 30 ബോട്ടിൽസ് ഓഫ് ജ്യൂസ്. ഇത് 30 ബോട്ടിൽ ജ്യൂസും 17 ബോട്ടിൽ വെള്ളവുമാണ്. ഇത് രണ്ടെല്ലാം കൂടെ ഇത് 130 മില്ലിയ ജ്യൂസ് ഒരു കുപ്പി. അത് പോർഡ് ഇൻറ്റു ജഗ്, രണ്ടും കൂടെ മിക്സ് ചെയ്ത് ജഗ്ഗിലാക്കി. അപ്പോൾ ടോട്ടൽ എത്ര കാണുമെന്നാണ് ചോദ്യം, എത്ര ലിറ്റർ ഉണ്ടാവും എന്നാണ് ചോദ്യം. അപ്പം വാട്ടറിൻ്റെ അളവ് കാണാൻ വാട്ടർ 17 ബോട്ടിൽസ് ആണ്. ഒരു ബോട്ടിലിനുള്ളിൽ 300 ml ആണ്. അപ്പോൾ ഒരു ബോട്ടിലിനുള്ളിൽ 300 ml ആകുമ്പോൾ ആകെ 17 × 300 = 5100 ml വരും. 5100 ml. ഇനി വീണ്ടും ജ്യൂസ് 30 ബോട്ടിൽസ് ആണ്. ഒരു ബോട്ടിലിനുള്ളിൽ 130 ml ആണ്. അപ്പോൾ ടോട്ടൽ 3900 ml വരും. രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ മതി, ml വരും. ഇനി ആകെ കാണാൻ, ഇതിൻ്റെ ടോട്ടൽ കാണാൻ, ടോട്ടൽ ഈസ് ഈക്വൽ ടു 5100 ml പ്ലസ് 3900 ml. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 9000 മില്ലി വരും. 9000 ml വരും. ഇനി 1 ml ഈസ് ഈക്വൽ ടു 1 ml, 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 1 ml എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. 1 ml ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. ദെൻ ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 9 ലിറ്റേഴ്സ് എന്ന് വരും. ആകെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 9 ലിറ്റർ വരും, 9 ലിറ്റേഴ്സ്. ഇനി ഇതൊന്നുകൂടെ ഭംഗിയായിട്ട് എഴുതിയേക്കാം. 1 ml ഈസ് ഈക്വൽ ടു
1 liter is equal to 1 liter is equal to 1000 milliliter. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ഷോപ്പ് കീപ്പർ ബൈസ് അറ്റ് ദ റേറ്റ് ഓഫ് 5 ടോഫീസ്. 1 രൂപയ്ക്ക്, ₹1 എന്ന് പറഞ്ഞാൽ 1 റുപ്പിയ, 1 രൂപയ്ക്ക് 5 മിഠായി വാങ്ങി. അതിൻ്റെ സെൽസ് ഇറ്റ് 4 ടോഫീസ് ₹1. 1 രൂപയ്ക്ക് 4 എണ്ണം വെച്ച് വിറ്റു. അങ്ങനെയെങ്കിൽ 125 രൂപ ലാഭം കിട്ടാൻ എത്ര ടോഫീസ് വിൽക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ നമുക്ക് ₹1 ഈസ് ഈക്വൽ ടു ₹1 പൈസ എന്ന് എടുക്കുക. 100 പൈസ. അപ്പം CP കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100/5 എണ്ണം വെച്ചല്ലേ മേടിച്ചേ. ഇത് 5 ടോഫീസാണ് മേടിച്ചത്. അപ്പം ഒരെണ്ണത്തിന് 20 പൈസ, 20 പൈസ വരും. ഇനി സെയിൽ പ്രൈസ് SP ഈസ് ഈക്വൽ ടു 1-ന് 100 പൈസയ്ക്ക് 4 എണ്ണം വെച്ചാണ് കൊടുക്കുന്നത്. അപ്പം ഒരെണ്ണത്തിന് 25 പൈസ വരും. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എത്ര വരും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 25 മൈനസ് 20. അപ്പം 5 പൈസയാണ് ഇവിടെ ലാഭം എന്ന് പറയുന്നത്. അപ്പം 125 രൂപ കിട്ടാൻ എത്ര എണ്ണം വിൽക്കണമെന്നാണ് ഇവിടെ ചോദ്യം. അപ്പം 125 ആകെ 5 × 4 20 ടോഫീസാണ് ആകെ കണക്കാക്കി വെച്ചിരിക്കുന്നത്. 20 ടോഫീസ് വരും. അപ്പം 125 രൂപ കിട്ടാൻ 125 രൂപ കിട്ടാൻ എത്ര ടോഫീസ് ഉണ്ടാവണം എന്നറിയാൻ 125 × 20 ഈസ് ഈക്വൽ ടു 2500 ടോഫീസ് എന്ന് വരും. അപ്പോൾ നിങ്ങൾ വീണ്ടും ചെയ്ത് പഠിക്കുക. ഇനി ബാക്കിയുള്ള പ്രോബ്ലംസായിട്ട് അടുത്തൊരു വീഡിയോയിൽ എത്തുന്നതായിരിക്കും. ഇത് നന്നായി ചെയ്ത് പഠിക്കുക. താങ്ക് യു.